PM CARES ഫണ്ടിനെ സംബന്ധിച്ച സുപ്രധാന വിവരങ്ങൾ പാർലമെന്റിൽ വെളിപ്പെടുത്തുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ജനാധിപത്യ വേദികളിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെക്കുന്നു. PM CARES ഫണ്ട് മാത്രമല്ല, PM നാഷണൽ റിലീഫ് ഫണ്ട്, നാഷണൽ ഡിഫൻസ് ഫണ്ട് എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും മറുപടി നൽകേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ലോക്സഭാ സെക്രട്ടേറിയറ്റിനെ ഔദ്യോഗികമായി അറിയിച്ചു. ജനുവരി 30-നാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം PMO നൽകിയത്. ഇതോടെ പാർലമെന്റിലെ ചോദ്യോത്തര വേളയിലോ ശൂന്യവേളയിലോ ഈ ഫണ്ടുകളെ കുറിച്ച് വിവരങ്ങൾ തിരക്കാൻ എംപിമാർക്ക് സാധിക്കില്ല. രാജ്യത്തിന്റെ പരമോന്നത സഭയിൽ ഇത്തരം വിവരങ്ങൾ മറച്ചുവെക്കുന്നത് സുതാര്യതയ്ക്ക് വിരുദ്ധമാണെന്ന ആരോപണം ഇതിനോടകം ശക്തമായിട്ടുണ്ട്. ലോക്സഭാ ചട്ടങ്ങളിലെ വകുപ്പുകൾ ഉദ്ധരിച്ചാണ് PMO ഈ നീക്കത്തെ ന്യായീകരിക്കുന്നത്. ഈ വകുപ്പുകൾ പ്രകാരം ഭാരത സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലില്ലാത്തതോ അല്ലെങ്കിൽ സർക്കാരിന് പ്രാഥമികമായി ഉത്തരവാദിത്തമില്ലാത്തതോ ആയ വിഷയങ്ങളിൽ ചോദ്യങ്ങൾ അനുവദനീയമല്ല. PM CARES ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നത് ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയാണെന്നും ഇതിലേക്ക് പണം കണ്ടെത്തുന്നത് പൂർണ്ണമായും വ്യക്തികളുടെയും സംഘടനകളുടെയും സന്നദ്ധ സംഭാവനകൾ വഴിയാണെന്നും സർക്കാർ വാദിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള വിഹിതം ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല എന്നതാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതിരിക്കാൻ പറയുന്ന സാങ്കേതിക കാരണം. PM CARES ഫണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാനുള്ള എല്ലാ വഴികളും ഇതോടെ അടയുകയാണ്. നേരത്തെ തന്നെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഈ ഫണ്ട് വരില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. PM CARES ഒരു പബ്ലിക് അതോറിറ്റി അല്ലെന്നും അതിനാൽ തന്നെ ഇതിന്റെ കണക്കുകൾ വെളിപ്പെടുത്താൻ സാധിക്കില്ലെന്നുമാണ് സർക്കാരിന്റെ നിലപാട്. കൂടാതെ കോംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റിംഗിൽ നിന്നും ഈ ഫണ്ടിനെ ഒഴിവാക്കിയിട്ടുണ്ട്. സ്വകാര്യ ഓഡിറ്റർമാരാണ് ഇതിന്റെ കണക്കുകൾ പരിശോധിക്കുന്നത്. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ കർശന വ്യവസ്ഥകളിൽ നിന്നും ഈ ഫണ്ടിന് ഇളവ് നൽകിയിട്ടുണ്ട്. പാർലമെന്റിൽ കൂടി ചോദ്യങ്ങൾ നിരോധിച്ചതോടെ പൂർണ്ണമായൊരു അതാര്യത ഇതിനു ചുറ്റും സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. കോവിഡ് കാലത്ത് 2020 മാർച്ച് 28-നാണ് ഈ ഫണ്ട് നിലവിൽ വന്നത്. PM CARES ഫണ്ടിന്റെ വിഹിതത്തിൽ ഏറിയ പങ്കും വരുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നാണെന്നിരിക്കെ എന്തുകൊണ്ട് പാർലമെന്റിനോട് ഉത്തരം പറയുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ചോദ്യം. ഫണ്ടിലേക്ക് പണം നൽകിയവരുടെ പേര് വിവരങ്ങളോ അത് എങ്ങനെയൊക്കെ ചെലവഴിച്ചുവെന്നോ ഉള്ള ഔദ്യോഗിക രേഖകൾ പരസ്യപ്പെടുത്താത്തത് ദുരൂഹമാണെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി എക്സ് ഒഫീഷ്യോ ചെയർമാനായും പ്രതിരോധ ആഭ്യന്തര ധനകാര്യ മന്ത്രിമാർ ട്രസ്റ്റുകളായും ഇരിക്കുന്ന ഒരു ഫണ്ടിനെ എങ്ങനെയാണ് സർക്കാരിൽ നിന്നും സ്വതന്ത്രമായ ഒന്നായി കാണാൻ സാധിക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളിൽ ഉയരുന്നത്. പാർലമെന്റ് എന്നാൽ ജനപ്രതിനിധികൾ സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വേദിയാണ്. അവിടെ ചോദ്യങ്ങൾക്ക് വിലക്ക് വരുന്നത് ജനാധിപത്യ മൂല്യങ്ങളുടെ ലംഘനമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിലും ഭരണാധികാരികൾ അതിന്റെ തലപ്പത്തിരിക്കുമ്പോൾ ആ ഫണ്ടിന്റെ വിനിയോഗം ജനങ്ങളെ അറിയിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. വരും ദിവസങ്ങളിൽ ഈ വിഷയം പാർലമെന്റിൽ വലിയ വാക്പോരുകൾക്ക് കാരണമാകുമെന്ന് ഉറപ്പാണ്. ബജറ്റ് സമ്മേളനത്തിന്റെ തുടർച്ചയായ ദിവസങ്ങളിൽ പ്രതിപക്ഷം ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്.